വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരം ഉറപ്പിച്ച് രമേശ് ചെന്നിത്തല. അൻവർ സാദത്തിനും ഐ.സി. ബാലകൃഷ്ണനും മന്ത്രിപദത്തിനു വേണ്ടിയും സമ്മർദ്ദം. വനിതാ പ്രാതിനിധ്യം 2 വേണമെന്ന് ഹൈക്കമാൻഡ്. പട്ടിക വിഭാഗത്തിൽ നിന്നും 2 പേർ വരണമെന്ന് എ.ഐ.സി.സി. നിർദ്ദേശം. മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് 8 പേർ. പുതുമുഖങ്ങളാകാൻ സണ്ണി ജോസഫും എം ലിജുവും പി.സി. വിഷ്ണുനാഥും. വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ബിന്ദു കൃഷ്ണ, 2ാം വനിത ഷാനി മോളും കെ.എ. തുളസിയും വിദ്യാ ബാലകൃഷ്ണനും ചർച്ചകളിൽ. ഞങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തേത് കഴിഞ്ഞു. നാളെ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞില്ലേ അവർക്ക് അന്തിമമായി പറയാൻ പറ്റുള്ളൂ. 5 ഉറപ്പിച്ച ലീഗ്. പ്രഖ്യാപനം നാളെ. 2 മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോസഫ്. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥ. സി.പി. ജോണും ഷിബു ബേബി ജോണും മന്ത്രിമാരാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗംഭീരമാക്കാൻ ഒരുക്കങ്ങൾ. ആവേശം പകരാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തും. രാഹുലും പ്രിയങ്കയും പങ്കെടുക്കും. ചടങ്ങിൽ ബി.ജെ.പി. പങ്കെടുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് മീനക്കി യൂണിയൻ ഒന്ന് പറയുന്നു, SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തൊട്ടുകളിച്ചാൽ ആ തൊടുന്ന കൈ ഞങ്ങളുടെ വെട്ടിക്കളയുമെന്ന് ഈ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ലീഗിന് നേരെ SNDP-യുടെ ഭീഷണി. വെള്ളാപ്പള്ളിയെ തൊട്ടാൽ ലീഗിന്റെ കൈ വെട്ടുമെന്ന് മീനച്ചിൽ യൂണിയൻ ചെയർമാൻ. സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിച്ച് പ്രതിഷേധം. വീണ ജോർജിനെതിരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ആറന്മുളയിൽ തോൽക്കാൻ കാരണം വീണയുടെ പെരുമാറ്റമെന്ന് വിമർശനം. അനാവശ്യ വിവാദങ്ങളിൽ സ്വയം തലവെച്ചു. ശൈലജ ടീച്ചറെ ഈഗോയുടെ പേരിൽ കുരുതി കൊടുത്തെന്നും കുറ്റപ്പെടുത്തൽ.